ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് HSST കൊമേഴ്സ് എക്സാം. ഈ HSST കൊമേഴ്സ് എക്സാമിൻ്റെ പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് വർഷത്തിന് ശേഷം കാത്തിരുന്ന എക്സാമാണ് HSST കൊമേഴ്സ് എക്സാം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നോക്കിക്കോളൂ. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്? എത്ര അപേക്ഷകരാണ് എന്നുള്ളതാണ്. 7491 അപേക്ഷകരാണ് എന്നുള്ളത് HSST കൊമേഴ്സിന് വേണ്ടി 6 വർഷത്തിന് ശേഷം വന്ന അപേക്ഷയിലേക്ക് അപേക്ഷിച്ച അപേക്ഷകർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2017 ഈ വിജ്ഞാപനത്തിൻ്റെ റാങ്ക് പട്ടിക ഉണ്ടായിരുന്നത്. 2021 ഏപ്രിൽ 13 അത് നിലവിൽ വന്നതാണ്. മുഖ്യ പട്ടികയിൽ ആ സമയത്ത് 784 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 784 പേരിൽ 1500 പേര്, ബാക്കിയുള്ള എല്ലാവരും കൂടി അങ്ങനെ ഒരു സപ്ലിമെൻ്ററിയുടെ കൂട്ടി ഒരു 1500 പേരുടെ പട്ടിക വന്നു. അതിൽ ഈ പട്ടിക എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഈ പട്ടിക തീർന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഈ 1500 പേരുടെ ലിസ്റ്റിൽ നിന്നും മെയിൻസും സപ്ലിമെൻ്ററിയുടെ ഉൾപ്പെട്ട 1500 പേരുടെ ലിസ്റ്റിൽ നിന്നും ഏകദേശം 140 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. 140 പേര്. അവിടെ തന്നെ OC-യിൽ 100 റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ കിട്ടിയിട്ടുണ്ട്. OC കാറ്റഗറി ഓപ്പൺ കോമ്പറ്റീഷനിൽ 100 പേർക്ക് 100ാമത്തെ റാങ്ക് വരെയുള്ള ആ ഒരു ടേണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് 140 പേർക്ക് കഴിഞ്ഞ തവണ നിയമന ശുപാർശ കിട്ടിയ. മെയിൻ ലിസ്റ്റിൽ 758 പേര്, സപ്ലിമെൻ്ററിയും കൂടെ കൂട്ടി ഒരു 1500 പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്നാണ് 140 പേർക്ക് നിയമന ശുപാർശ കിട്ടിയത്. ലിസ്റ്റിനെ വെച്ച് നോക്കുമ്പം അതൊരു നിയമനങ്ങൾ കുറവാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പം നോക്കിക്കോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും 7491 പേരാണ് ഇവിടെ അപേക്ഷകരായിട്ട് ഇത്തവണ വന്നിരിക്കുന്നത്. അവരിൽ നിന്നും ഇതേപോലെ തന്നെ നമുക്കൊരു ലിസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ അവിടുത്തെ എത്ര പേര് 7491 പേരിൽ അപേക്ഷിച്ചവരേ ഉള്ളൂ. ഇനിയും കൺഫർമേഷൻ്റെ സമയം വരുമ്പോൾ ഇത് വീണ്ടും കുറയും അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നിന്നും ഒരു 150-200 നിയമനങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു എന്ന് പ്രതീക്ഷിച്ചാൽ പോലും നിങ്ങൾ പഠിക്കേണ്ട ഒരു തോത് മനസ്സിലാക്കുക അല്ലേ? ആ ഒരു റേഞ്ച് പിടിച്ചാൽ പോലും 150-200 റേഞ്ചുകളിലേക്കാണെങ്കിൽ ഈ 7491 കൺഫർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 7000 ആണെങ്കിൽ 7000-ൽ നിന്നും 200 നിയമനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു 1500 പേരുടെ ലിസ്റ്റ് ആയിരിക്കാം വരുന്നത്. അവിടെ എത്തപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ദെൻ അടുത്തത് നോക്കിക്കോളൂ. ഇതിടെ ഇന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? HSST കൊമേഴ്സ് പരീക്ഷയ്ക്ക് B.Ed നിർബന്ധമാണോ? B.Ed ഉള്ളവരുടെ അഭാവത്തിൽ ഇങ്ങനെ വരുമ്പോഴാ ലിസ്റ്റിൽ B.Ed ഉള്ളവരുടെ അഭാവത്തിൽ ഇല്ലാത്തവരെ പരിഗണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കണ്ട ഒരു ചോദ്യമാണ് B.Ed ഇല്ലാത്തവരെ പരിഗണിക്കുമോ എന്നുള്ളത്. അതായത് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് കൊമേഴ്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. അപ്പം കൊമേഴ്സ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് B.Ed. എനിക്ക് നെറ്റും JRF-ഉം സെറ്റും നേടിയിട്ടുണ്ട്. B.Ed കോഴ്സ് പൂർത്തിയാക്കുന്ന മുമ്പ് HSST കൊമേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിച്ചവരുടെ അപേക്ഷ സ്വീകരിക്കുമോ എന്നാണ് ചോദിച്ചത്. B.Ed നിർബന്ധമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും കൊമേഴ്സിൽ 50% കുറയാത്ത മാർക്കോടുകൂടിയുള്ള ബിരുദാനന്തര ബിരുദവും റെഗുലർ കോഴ്സിലൂടെ കൊമേഴ്സിൽ നേടിയ B.Ed-ഉം ഉണ്ടായിരിക്കണം എന്നാണ്, അതോടൊപ്പം തന്നെ സെറ്റും നേടിയിരിക്കണം എന്നാണ് ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞത്. എന്നാൽ B.Ed ഉള്ളവരുടെ അഭാവത്തിൽ B.Ed ഇല്ലാത്തവരെയും പരിഗണിക്കും. അവർ ജോലിയിൽ പ്രവേശിച്ച് 5 വർഷത്തിനുള്ളിൽ B.Ed നേടിയെടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. B.Ed അവിടെ പറയുന്നുണ്ട്, B.Ed ഉള്ളവരുടെ അഭാവത്തിൽ മാത്രമാണ് B.Ed ഇല്ലാത്തവരെ പരിഗണിക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയും നിങ്ങളുടെ മനസ്സിലേക്ക് കരുതുക. അപ്പോൾ HSST കൊമേഴ്സ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ 6 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാംസ് നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും അഗ്രസീവായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണിത്. നോക്കിക്കോളൂ, HSST കൊമേഴ്സ് എക്സാംസിന് വേണ്ടി നിങ്ങളെ പരിശീലിപ്പിക്കാൻ ഞങ്ങളുടെ അധ്യാപകർ ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാ അധ്യാപകരുടെയും, മികച്ച അധ്യാപകരുടെയും നേതൃത്വത്തിലാണ്
നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നത് ഒരു കൂട്ടം വളരെ സീനിയേഴ്സായിട്ടുള്ള അധ്യാപകർ ഞങ്ങളോടൊപ്പം HSST കൊമേഴ്സിൽ ക്ലാസ്സുകൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട്. സോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയത്ത് ക്ലാസ്സുകൾ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സുകൾ മാത്രമല്ല കേട്ടോ, ക്ലാസ്സുകളോടൊപ്പം നമ്മുടെ മത്സര പരീക്ഷാ മോഡലിൽ തന്നെ മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. വീക്കിലി മോഡൽ എക്സാംസ് ഉണ്ടാവും, ഓരോ മോഡ്യൂൾ ബേസ്ഡ് മോഡൽ എക്സാംസ് ഉണ്ടാവും. ഇതിൻ്റെ ഗുണം എന്താണ്? നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ മിക്കപ്പോഴും തനിയെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കോമ്പറ്റീഷൻ ശരിക്കും മനസ്സിലാവില്ല. നമ്മളെപ്പോലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് ഒരുമിച്ച് മത്സരിക്കുമ്പോൾ നമ്മളുടെ തെറ്റുകളും ശരികളും ഒക്കെ മനസ്സിലാക്കാനും ഇങ്ങനെ ഓരോ മാർക്കിൽ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡൽ എക്സാം ആദ്യം തൊട്ടേ എഴുതുക എന്നുള്ളത്. ക്ലാസ്സുകളുടെ നോട്ട്സുകൾ എല്ലാം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. HSST കൊമേഴ്സിന് പുതിയ ബാച്ചുകളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. മറന്നു പോകേണ്ട, പുതിയ ബാച്ചിൽ നിങ്ങളും ഉണ്ടാവണം. അധ്യാപകർ സെറ്റാണ്, പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ്. വൈകിക്കേണ്ട, ഓരോ സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടുന്ന അവസരം 6 വർഷത്തിന് ശേഷം വന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കണ്ട് മുന്നോട്ടെത്തുന്നവർക്കായിരിക്കും തീർച്ചയായിട്ടും ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുക. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. HSST കൊമേഴ്സിൻ്റെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അതിൽ അംഗങ്ങളാകുക. വീണ്ടും വീഡിയോസുമായിട്ട് കാണാം.